സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി 2-2.5 മിനിറ്റേ ഉള്ളൂ. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ആദ്യം ഈ മതേതരത്വത്തിൻ്റെ കാര്യത്തിലെ കള്ളികൾ ഉണ്ടാക്കൽ, ആ ചോദ്യമാണ് ഞാൻ നേരത്തെ ശ്രീ ഡോക്ടർ ഫസൽ ഗഫൂറോട് ചോദിച്ചതും താങ്കളുടെ മറുപടി. നാളെ ഇപ്പോൾ മുസ്ലിം സമുദായ അംഗങ്ങൾ എല്ലാവരും ശക്തമായി ജലീലിന് പിന്തുണയുമായി വരുമോ? ഈ ശബരിമല എന്നതൊരു മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം നൽകുന്ന കേന്ദ്രമാണെന്നും ജലീൽ അവിടെ പോയത് ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും അങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജനിച്ച സമുദായത്തിൽ നിന്നായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും അധികം കല്ലേറുണ്ടാകുന്നതെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ ഇന്ന് തന്നെ ആ രീതിയിലൊരു ചർച്ചയാണ് പ്രതീക്ഷിച്ചത്. മാത്രവുമല്ല, ശ്രീ ജലീലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹം സിമിക്കാരനായിരുന്നു എനിക്കറിയില്ല. അദ്ദേഹം മുസ്ലിം ലീഗുകാരനായിരുന്ന ആളാണ്, പിന്നെ മുസ്ലിം ലീഗിൽ നിന്ന് വിട്ട ആളാണ്. അദ്ദേഹം ഇന്നും മാർക്സിസ്റ്റുകാരനല്ല, അദ്ദേഹം ദൈവവിശ്വാസിയാണ്, നിരീശ്വരവാദിയല്ല. അദ്ദേഹം കഴിഞ്ഞ എത്രയോ കൊല്ലങ്ങളായിട്ട് നിലവിളക്ക് കൊളുത്തി ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്ത ആളാണ്. മുസ്ലിം ലീഗുകാർക്ക് നിലവിളക്കാണല്ലോ ഏറ്റവും വലിയ ഹറാമായിട്ടുള്ള കാര്യം. അപ്പോൾ ജലീലിന് ആ സമുദായത്തിൽ നിന്ന് തന്നെ വലിയ എതിർപ്പുണ്ടായേക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു, ഭയപ്പെടുന്നു. പക്ഷേ അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. അദ്ദേഹത്തിന് ശരിയെന്നും തോന്നുന്ന കാര്യങ്ങൾ ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ നന്മയിൽ ഞാൻ വിശ്വസിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. മതേതരത്വത്തിൽ അല്ലെങ്കിൽ പോലും മതസൗഹാർദ്ദത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയോട് എനിക്ക് ബഹുമാനമാണ്, സ്നേഹമാണുള്ളത്. ശ്രീ ജലീൽ ധൈര്യമായി മുന്നോട്ട് പോവുക. ഈ നാട്ടിലെ 99% ആളുകൾ താങ്കളോടൊപ്പം ഉണ്ടാവും. ശ്രീ CR നീലകണ്ഠൻ, ഒരു സംശയവും വേണ്ട, ഞാൻ ജയശങ്കറിനോട് 100% യോജിക്കുന്നു. കാരണം ഈ രാജ്യത്തെ മന്ത്രി എന്ന നിലയിൽ, പൗരൻ എന്ന നിലയിൽ എല്ലാ അവകാശങ്ങളും മാത്രമേ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളൂ. മുരളീധരനെ പോലെയുള്ള ആളുകൾ തിരിച്ചത് പ്രയോഗിക്കുമ്പോൾ, നേരത്തെ വേണു ചോദിച്ച ചോദ്യത്തിൻ്റെ മറുവശമുണ്ട്. ഇത് മറ്റൊരിടത്ത് ഇതിനെതിരായ വികാരം ഉണർത്തി ഇതിങ്ങനെ പരസ്പരം അടിയുണ്ടാക്കുന്ന ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക് കേരളത്തെ പോകും. ഈ ചർച്ച കഴിയുന്നത്ര നേരത്തെ ഇത് നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇനി ഇതിനപ്പുറത്ത് പോയിക്കൂടാ. ശരി, ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കൾ കൈ ഉയർത്തിയതുകൊണ്ട് 10 സെക്കൻഡ് വേഗം. അല്ല, ഞാൻ പറയാണ്, ജലീലിൻ്റെ മാതിരി ഞാൻ ശബരിമലക്ക് വരാൻ തയ്യാറാണ്. എല്ലാ ആദരവോട് കൂടിയിട്ടും, അല്ല, ഭക്തി വ്യത്യാസമാണ്, എല്ലാ ആദരവോട് കൂടിയിട്ടും. ഞാനിപ്പോൾ ഉദാഹരണം വേണുവിൻ്റെ പിതാവിനെ ഞാൻ ആദരിക്കുന്നുണ്ടല്ലോ, അതുമാതിരി ആദരിച്ചുകൊണ്ട് ഞാൻ ശബരിമലക്ക് വരാൻ തയ്യാറാണ്. ഏത് മതസംഘടന, മുസ്ലിം മതസംഘടന എതിർത്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ ശബരിമലക്ക് പോകാൻ, ഞാൻ തിരുപ്പതിക്ക് പോയിട്ടുണ്ട്, കൃഷ്ണഭൂമിയിൽ പോയിട്ടുണ്ട്, ശബരിമലക്കും പോകാൻ മുരളീധരൻ എതിർക്കാരെന്ന് വെച്ചാൽ മതി. ശ്രീ വി മുരളീധരൻ, ഇനിയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതാനിരിക്കുമ്പോൾ കുറച്ചുകൂടെ വിശാലമായൊരു മനസ്സുണ്ടാവുക. വളരെ വിശാലമായിട്ടുള്ള മനസ്സോടുകൂടി തന്നെയാണ് ഞാൻ ഈ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. കാരണം ഞാൻ അതുകൊണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് മുഴുവനായിട്ട് വായിക്കുന്ന ഒരാൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല. കാരണം ഇതര മതസ്ഥരായിട്ടുള്ള ആളുകൾ ശബരിമലയിൽ വരുന്നതിനെ ഞാൻ എതിർത്തിട്ടില്ല. ശബരിമല ഒരു പ്രചരണത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട്, അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള പ്രചരണത്തിൻ്റെ മാർഗമാക്കി മാറ്റുന്നതിനെയാണ് ഞാൻ എതിർക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഒരു 2 ആഴ്ച മുമ്പാണ് ഗണേശോത്സവം ഉദ്ഘാടനം ചെയ്തപ്പോൾ നമ്മുടെ മുനീറിനെതിരായിട്ടുള്ള ഇതും വന്നത്. ശരി, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും.